നമസ്കാരം. സിസിടിവി വാർത്തയിലേക്ക് സ്വാഗതം. എല്ലാ പ്രേക്ഷകർക്കും ബക്രീദ് ആശംസകൾ. ത്യാഗത്തിന്റെയും സഹനത്തിന്റെയും സ്മരണയിൽ ഇന്ന് ബലിപ്പെരുന്നാൾ. പുതുവസ്ത്രങ്ങൾ ധരിച്ചും ഒത്തുചേർന്നും സ്നേഹം പങ്കുവച്ചും പ്രാർത്ഥനാഭരിതമായ ഈ ദിവസം സമ്പന്നമാക്കുകയാണ് വിശ്വാസികൾ. പ്രവാചകനായ ഇബ്രാഹിം മകൻ ഇസ്മയിലിനെ ദൈവകൽപ്പന പ്രകാരം ബലി നൽകാൻ ഒരുങ്ങിയതിന്റെ ഓർമ്മ പുതുക്കലാണ് വിശ്വാസികൾക്ക് ബലിപ്പെരുന്നാൾ. അഗ്നിപരീക്ഷണങ്ങളെ വിശ്വാസദൃഢത കൊണ്ട് അതിജയിക്കാമെന്ന സന്ദേശദിനവും സഹനത്തിന്റെയും ത്യാഗത്തിന്റെയും സാഹോദര്യത്തിന്റെയും പുണ്യദിനം. രാവിലെ പെരുന്നാൾ നമസ്കാരങ്ങൾ നടന്നു. വിശ്വാസികളെ സ്വീകരിക്കാൻ പള്ളികൾ നേരത്തെ തന്നെ ഒരുങ്ങിയിരുന്നു. പ്രതികൂല കാലാവസ്ഥ കാരണം ചിലയിടത്ത് ഈദ്ഗാഹുകൾ ഉണ്ടായില്ല. മഗ്രിബ് മുതൽ പള്ളികളിലും വീടുകളും തക്ബീർ ധ്വനികളാൽ മുഖരിതമായി. നമസ്കാരങ്ങൾക്ക് ശേഷം സ്നേഹാശംസകൾ കൈമാറി ഊഷ്മളമായ വലിയ പെരുന്നാൾ ആഘോഷത്തിലേക്ക് വിശ്വാസികൾ കടന്നു. മൈലാഞ്ചിയിട്ടും പുതുവസ്ത്രമണിഞ്ഞും കുടുംബാംഗങ്ങൾ ഒത്തുചേർന്നും സൗഹൃദം പങ്കുവച്ചും ഈ ദിവസം വിശ്വാസികൾ ആഘോഷപൂർണ്ണമാക്കി. ഇല്ലാത്തവർക്കുള്ള കരുതലും ചേർത്തുപിടിക്കലും മതമൈത്രിയും കൂടിയുമാണ് വലിയ പെരുന്നാൾ. പെരുന്നാൾ നിസ്കാരത്തിനു ശേഷം പരസ്പരം ആലിംഗനം ചെയ്തും മധുരം വിതരണം ചെയ്തും സ്നേഹം പങ്കുവച്ചു. തുടർന്ന് മരിച്ചവരുടെ കബറിടങ്ങൾ സിയാറത്ത് നടത്തി. ബലിപ്പെരുന്നാളിന്റെ പ്രധാന ചടങ്ങായ ഉള്ളൂഹിയത്ത് ചടങ്ങ് പള്ളികളിലും വീടുകളിലും നടന്നു. മേഖലയിൽ പെരുന്നാൾ നിസ്കാരത്തിനായി ഈദ്ഗാഹുകളിലും പള്ളികളിലും വലിയ തിരക്ക് അനുഭവപ്പെട്ടു. ഇന്നലെ അവധി ലഭിച്ചത് വിവിധ ജില്ലകളിൽ നിന്ന് നാട്ടിലെത്തേണ്ടവർക്ക് അനുഗ്രഹമായി. വിപണിയിൽ വലിയ തിരക്കാണ് ഇന്നലെ രാത്രി അനുഭവപ്പെട്ടത്. പ്രവാചകനായ ഇബ്രാഹിം നബിയുടെയും അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെയും അചഞ്ചലമായ ദൈവവിശ്വാസത്തിന്റെയും വിട്ടുവീഴ്ചയില്ലാത്ത ത്യാഗസന്നദ്ധതയുടെയും ഓർമ്മപ്പെടുത്തലാണ് ഈ ദിനം. ഹജ്ജ് കർമ്മങ്ങളോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ചൊവ്വാഴ്ച അറഫ നോമ്പ് പൂർത്തിയാക്കിയാണ് വിശ്വാസികൾ ബലിപ്പെരുന്നാൾ ആഘോഷത്തിലേക്ക് കടന്നത്. ഗൾഫ് നാടുകളിൽ ഇന്നലെയായിരുന്നു ബലിപ്പെരുന്നാൾ. ബക്രീദിനോടനുബന്ധിച്ച് സംസ്ഥാനത്ത് 2 ദിവസത്തെ അവധിയാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇബ്രാഹിം നബിയുടെ ത്യാഗത്തിന്റെയും പ്രപഞ്ചനാഥനോടുള്ള അചഞ്ചലമായ വിശ്വാസ തീവ്രതയുടെയും ഓർമ്മ പുതുക്കിയാണ് വിശ്വാസികൾ ബക്രീദ് ആഘോഷിച്ചത്. മേഖലയിൽ പെരുന്നാൾ നിസ്കാരത്തിനായി ഈദ്ഗാഹുകളിലും പള്ളികളിലും വലിയ തിരക്കാണ് അനുഭവപ്പെട്ടത്. ചാവക്കാട് മേഖലയിൽ ഇന്നലെ മഗ്രിബ് മുതൽ പള്ളികളിലും വീടുകളിലും തക്ബീർ ധ്വനികളാൽ മുഖരിതമായി. രാവിലെ പുതുവസ്ത്രമണിഞ്ഞ് അത്തർ പൂശിയും വിശ്വാസികൾ പള്ളിയിലെത്തി. തുടർന്ന് പെരുന്നാൾ നിസ്കാരത്തിനു ശേഷം പരസ്പരം ആലിംഗനം ചെയ്തും മധുരം വിതരണം ചെയ്തും സ്നേഹം പങ്കുവച്ചു. മരിച്ചവരുടെ കബറിടങ്ങൾ സിയാറത്ത് നടത്തി. ശേഷം ബലിപ്പെരുന്നാളിന്റെ പ്രധാന ചടങ്ങായ ഉള്ളൂഹിയത്ത് ചടങ്ങ് പള്ളികളിലും വീടുകളിലും നടന്നു. മുതുവട്ടൂർ രാജാ ഹാളിൽ നടന്ന പെരുന്നാൾ നിസ്കാരത്തിന് ഖത്തീബ് സുലൈമാൻ അസ്ഹരി നേതൃത്വം നൽകി. എടക്കഴിയൂർ ജുമാ മസ്ജിദിൽ നടന്ന പെരുന്നാൾ നിസ്കാരത്തിന് മുഹമ്മദ് ദാരിമി അരിമ്ര, കിറാമൻകുന്ന് ജുമാ മസ്ജിദിൽ നടന്ന പെരുന്നാൾ നിസ്കാരത്തിന് സാബിത് സഖാഫി, പുതിയറ ജുമാ മസ്ജിദിൽ ഹസൻ ലത്തീഫി, പുന്ന ജുമാ മസ്ജിദിൽ നൌഷാദ് സഖാഫി, മണത്തല ജുമാ മസ്ജിദിൽ കമറുദ്ദീൻ ബാദുഷത്തങ്ങൾ, ചാവക്കാട് ടൗൺ ജുമാ മസ്ജിദിൽ ഡോക്ടർ അബ്ദുൾ ലത്തീഫ് ഹൈത്തമി, ചാവക്കാട് ജലാലിയ മസ്ജിദിൽ നൌഷാദ് സുഹരി, ബ്ലാങ്ങാട് ജുമാ മസ്ജിദിൽ ശിഹാബ് ഭാഗവി, ബ്ലാങ്ങാട് കട്ടിൽ ജുമാ മസ്ജിദിൽ മൊയ്തീൻകുട്ടി മുസ്ലിയാർ, അഞ്ചങ്ങാടി ജുമാ മസ്ജിദിൽ ഫാരിസ് മംനൂൻ ഫൈസി എന്നിവർ നിസ്കാരത്തിന് നേതൃത്വം വഹിച്ചു. മന്നലാംകുന്ന് അൽ ഹിക്മ സലഫി മസ്ജിദ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതികൂല സാഹചര്യത്തെ തുടർന്ന് മസ്ജിദിൽ വെച്ചാണ് ഈദ് നമസ്കാരം നടത്തിയത്. പെരുന്നാൾ നമസ്കാരത്തിനും കുത്തുബയ്ക്കും യഹിയ ഫുർഖാനി ചമ്രവട്ടം നേതൃത്വം നൽകി. തുടർന്ന് അൽ ഹിക്മ മദ്രസ പൂർവ്വ വിദ്യാർത്ഥികളായ SSLC പരീക്ഷയിൽ മുഴുവൻ വിഷയങ്ങളിലും A+ നേടിയ CA അഫ്ലഹ്, ഉന്നത വിജയം കൈവരിച്ച മുഹമ്മദ് ഷഹറോൻ, മുഹമ്മദ് സയാൻ, NA ഫാത്തിമ സെൻഹ എന്നിവരെയും വിസ്ഡം എഡ്യൂക്കേഷൻ ബോർഡിന്റെ കീഴിൽ നടത്തിയ മദ്രസ 8ാം ക്ലാസ് പൊതുപരീക്ഷയിൽ ഉന്നത വിജയം നേടിയ മുഹമ്മദ് സയീം, 5ാം ക്ലാസ് പൊതുപരീക്ഷയിൽ ഉന്നത വിജയം നേടിയ മുഹമ്മദ് സഗീർ സൽഫാൻ, ആയിഷ ലാസിമ എന്നിവരെ ആദരിച്ചു. മസ്ജിദ് ഇമാം യഹിയ ഫുർഖാനി പ്രതിഭകൾക്ക് ക്യാഷ് പ്രൈസും മൊമന്റോയും നൽകി. മധുര വിതരണവും ഉണ്ടായിരുന്നു. നിരവധി വിശ്വാസികൾ പങ്കെടുത്തു. മന്നലാംകുന്ന് ജുമാ മസ്ജിദിൽ നടത്തിയ പെരുന്നാൾ നമസ്കാരത്തിന് മസ്ജിദ് മുദരിസ് മൻസൂർ ദാരിമി നേതൃത്വം നൽകി. മന്നലാംകുന്ന് ബദർ മസ്ജിദിൽ ബാദുഷ ഭാഗവി, അവിയൂർ ജുമാ മസ്ജിദിൽ ഹസൻ ഫൈസി, എടക്കര മുഹ്യുദ്ദീൻ ജുമാ മസ്ജിദിൽ അബൂബക്കർ ലത്തീഫി, കുഴിങ്ങര ജുമാ മസ്ജിദിൽ സാലിഹ് അൻവരി, വെട്ടിപ്പുഴ റഹ്മ ജുമാ മസ്ജിദിൽ ഷാക്കിർ ഫൈസി, പനന്തറ ഉരുളുമ്മൽ ജുമാ മസ്ജിദിൽ ഹസൻ ഫൈസി, എടക്കഴിയൂർ പാതിരിക്കടവ് ബദർ ജുമാ മസ്ജിദിൽ ഷറഫുദ്ദീൻ ദാരിമി, വടക്കേ പുന്നയൂർ പിലാക്കാട്ടൽ ജുമാ മസ്ജിദിൽ ശിഹാബുദ്ദീൻ അസ്ഹരി, കൌക്കാനപ്പെട്ടി ജുമാ മസ്ജിദിൽ സക്കറിയ ഫൈസി, പരൂർ ഞാലിൽ ജുമാ മസ്ജിദിൽ അഹമ്മദ് കബീർ സഖാഫി, ചമ്മന്നൂർ ജുമാ മസ്ജിദിൽ അലി ദാരിമി, പറയങ്ങാട്ട് ജുമാ മസ്ജിദിൽ ഷിബാഖവി, വയലത്തൂർ ജുമാ മസ്ജിദിൽ മുഹമ്മദ് ഷാഫി അൽ ഹൈത്തമി, കല്ലൂർ ജുമാ മസ്ജിദിൽ ഹമീദ് ഫൈസി, അബാല താഹ ജുമാ മസ്ജിദിൽ സ്വാലി ഫൈസി, മന്നലാംകുന്ന് യാസിൻ മസ്ജിദ് നിസാർ ദാരിമി, അണ്ടത്തോട് ജുമാ മസ്ജിദിൽ മുഹമ്മദ് അഷ്റഫി,
അണ്ടത്തോട് തങ്ങൾപടി ഇലാഹിയ ജുമാ മസ്ജിദിൽ ഹുസൈൻ അഷ്റഫി, മന്നലാംകുന്ന് കുന്നത്ത് മസ്ജിദിൽ അഷ്കർ അലി ബദരി, മന്നലാംകുന്ന് മുഹിയുദ്ദീൻ ജുമാ മസ്ജിദിൽ ലത്തീഫ് ദാരിമി, അകലാട് ഖാദ്രിയ ജുമാ മസ്ജിദിൽ ജാബിർ ഫൈസി, അകലാട് മൊയ്തീൻ പള്ളിയിൽ അമീൻ ഫൈസി, അകലാട് ഒറ്റയിനി ഉമർ ബിൻ ഖത്താബ് മസ്ജിദിൽ ഷെരീഫ് ഫൈസി, അകലാട് നാലാംകല്ല് ഹാജിയാർ മസ്ജിദിൽ അബ്ദുസലാം ബദ്രി, വടുതല ഉള്ളിശ്ശേരി ജുമാ മസ്ജിദിൽ അബ്ദുൽ അസീസി ഖാസിമി, വടക്കേക്കാട് സെൻട്രൽ ജുമാ മസ്ജിദിൽ ഷബീർ അലി നഈമി, അണ്ടത്തോട് ബീച്ച് ജുമാ മസ്ജിദിൽ ഇക്ബാൽ ഫൈസി, അകലാട് MIC മസ്ജിദിൽ ജാസിർ ഫൈസി, മന്നലാംകുന്ന് പാപ്പാളി റിഫായി മസ്ജിദിൽ ഹാരിസ് ഫൈസി എന്നിവർ നേതൃത്വം നൽകി. പാടൂർ ജുമാ മസ്ജിദിൽ നടന്ന പെരുന്നാൾ നമസ്കാരത്തിനും ദുആയ്ക്കും ഖത്തീബ് അബ്ദുറഹ്മാൻ അൽ ഖാസിമി നേതൃത്വം നൽകി. മരിച്ചവർക്കും രോഗികൾക്കും വേണ്ടി പ്രത്യേക പ്രാർത്ഥന നടന്നു. നമസ്കാരത്തിന് ശേഷം മധുരവിതരണവും നടത്തി. പരസ്പരം ആശ്ലേഷിച്ചും ഹസ്തദാനം ചെയ്തും കുടുംബാംഗങ്ങളുടെ ഭവനങ്ങൾ സന്ദർശിച്ചുമാണ് വിശ്വാസികൾ പെരുന്നാൾ ആഘോഷങ്ങളിൽ പങ്കാളികളായത്. നിയന്ത്രണം വിട്ട മിനി വാൻ സൈക്കിളിലിടിച്ച് ശരീരത്തിലൂടെ കയറിയിറങ്ങി 14-കാരന് ഗുരുതര പരിക്ക്. എടക്കഴിയൂർ തെക്കേ മദ്രസയ്ക്ക് പടിഞ്ഞാറ് ബീച്ച് പരിസരത്താണ് സംഭവം. ഗുരുവായൂർ തീർത്ഥാടകരായ തമിഴ്നാട് സ്വദേശികൾ സഞ്ചരിച്ച മിനി വാൻ ഇടിച്ച് എടക്കഴിയൂർ പുളിക്കൽ വീട്ടിൽ തൻവീറിനാണ് പരിക്കേറ്റത്. സൈക്കിളിന് പുറകിൽ മിനി വാൻ ഇടിച്ചതോടെ റോഡിൽ തെറിച്ചു വീണ തൻവീറിന്റെ ശരീരത്തിലൂടെ വാഹനം കയറിയിറങ്ങി. സാരമായി പരിക്കേറ്റ 14-കാരനെ സ്ഥലത്തെത്തിയ കെൻസ് എമർജൻസി ആംബുലൻസ് പ്രവർത്തകർ കുന്നംകുളം ദയ റോയൽ ആശുപത്രിയിലും പിന്നീട് തൃശൂരിലെ ദയ ആശുപത്രിയിലേക്കും മാറ്റി. ഗുരുവായൂർ ക്ഷേത്ര ദർശനം കഴിഞ്ഞ് ചാവക്കാട് കടൽ കാണാൻ എത്തിയതായിരുന്നു മിനി വാനിൽ ഉണ്ടായിരുന്ന തമിഴ്നാട് സ്വദേശികൾ. അപകട വിവരമറിഞ്ഞ് ചാവക്കാട് പോലീസും സ്ഥലത്തെത്തിയിരുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയൻ ഉൾപ്പെട്ട CMRL കേസ് രാഷ്ട്രീയ പ്രേരിതമായി കെട്ടിച്ചമച്ചതല്ലെന്നും വ്യക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ആദായനികുതി വകുപ്പ് കണ്ടെത്തിയതാണെന്നും BJP മുൻ സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ പറഞ്ഞു. ഗുരുവായൂർ ക്ഷേത്ര ദർശനത്തിന് ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. CMRL കമ്പനി ഉദ്യോഗസ്ഥർ ഇൻകം ടാക്സ് അപ്പീൽ കമ്മിറ്റിക്ക് മുൻപാകെ നേരിട്ട് നൽകിയ അഫിഡവിറ്റിന്റെ അടിസ്ഥാനത്തിലാണ് ഈ കേസ് നിലവിൽ വന്നത്. കേരളത്തിലെ പ്രമുഖ രാഷ്ട്രീയ നേതാക്കൾക്ക് കോടിക്കണക്കിന് രൂപ നൽകിയതിന്റെ വിശദാംശങ്ങൾ അവർ തന്നെ വ്യക്തമാക്കിയതാണ്. യാതൊരു ജോലിയും ചെയ്യാതെയാണ് CMRL കമ്പനിയിൽ നിന്നും വീണ വിജയൻ ചെക്കായും DD-ആയും 1.76 കോടി രൂപ കൈപ്പറ്റിയതെന്ന് അവർ തന്നെ സമ്മതിച്ചിട്ടുള്ളതാണ്. ഇതിനു പുറമെ കോടിക്കണക്കിന് രൂപ വീണ വിജയൻ സ്വകാര്യ ബാങ്കിൽ നിക്ഷേപിച്ചതിന്റെ രേഖകളും EDക്ക് ലഭിച്ചിട്ടുണ്ട്. ED എഴുതി കൊടുത്തു, അവിടെ നിന്ന് ഒരു കാര്യവും കിട്ടിയിട്ടില്ല, ഒരു വിശദാംശങ്ങൾ കിട്ടിയിട്ടില്ല. നോക്കൂ, ഇത് മുഹമ്മദ് റിയാസിൻ്റെയും വീണ വിജയൻ്റെയും വീട്ടിൽ മാത്രം നടത്തിയിട്ടുള്ള റെയ്ഡ് അല്ല. 12ഓളം സ്ഥലങ്ങളിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടത്തിയിട്ടുള്ള സെർച്ചിൽ നിരവധി വിശദാംശങ്ങൾ കിട്ടിയിട്ടുണ്ട്. കോടിക്കണക്കിന് രൂപ പിണറായി വിജയന്റെ മകൾ ഒരു സ്വകാര്യ ബാങ്കിൽ നിക്ഷേപിച്ചതിൻ്റെ വിശദാംശങ്ങളടക്കം EDക്ക് കിട്ടിയിട്ടുണ്ട്. CMRL കമ്പനിയിൽ നിന്നും അനുബന്ധ ഉദ്യോഗസ്ഥന്മാരിൽ നിന്നും അതിനേക്കാൾ വലിയ വിവരങ്ങൾ ഈ അന്വേഷണ ഏജൻസി കിട്ടിയിട്ടുണ്ട്. വീണ വിജയന്റെയും മുഹമ്മദ് റിയാസിന്റെയും വീടുകൾ ഉൾപ്പെടെ 12ഓളം സ്ഥലങ്ങളിൽ ED റെയ്ഡ് നടത്തിയതറിഞ്ഞിട്ടും മണിക്കൂറുകളോളം കേരള പോലീസ് നിഷ്ക്രിയമായി നിന്നു. ഡിവൈഎഫ്ഐക്കാരെ തെരുവിലിറക്കി കലാപമുണ്ടാക്കാനാണ് ആഭ്യന്തര വകുപ്പ് ഒത്താശ ചെയ്തത്. MV ഗോവിന്ദൻ, V ശിവൻകുട്ടി, VK പ്രശാന്ത്, രാജ്യസഭാംഗങ്ങളായ AR റഹീം, ജോൺ ബ്രിട്ടാസ് എന്നിവരുടെ നേതൃത്വത്തിലാണ് അക്രമികളെ സംഘടിപ്പിച്ചത്. ഡിവൈഎഫ്ഐക്കാരെ തെരുവിലിറക്കി പിണറായി വിജയൻ ആഹ്വാനം ചെയ്ത് ഒരു കലാപം സൃഷ്ടിച്ച് ഈ കേസ് അവസാനിപ്പിക്കാമെന്ന് ആരും കരുതുന്നത് ശരിയല്ല. ഇന്നലെ ഗുരുതരമായിട്ടുള്ള കൃത്യവിലോപമാണ് കേരള പോലീസിന്റെ ഭാഗത്തുണ്ടായിട്ടുള്ളത്. കേരള പോലീസ് തന്നെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, ഞങ്ങളെ അറിയിക്കാതെ വന്നതുകൊണ്ടാണ് ഇതൊക്കെ സംഭവിച്ചത്. വീണ വിജയൻ താമസിക്കുന്നത് കൊണ്ട് പിണറായി വിജയന്റെ വീട്ടിലും മുഹമ്മദ് റിയാസിന്റെ വീട്ടിലും 12 സ്ഥലങ്ങളിലും ED പരിശോധന നടത്തുന്നു എന്നുള്ള കാര്യം പോലീസ് അറിഞ്ഞിട്ടും 7-8 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് അക്രമ സംഭവങ്ങൾ ഉണ്ടാവുന്നത്. ആ അക്രമ സംഭവങ്ങൾ അടിച്ചമർത്താൻ കർശനമായ നടപടി സ്വീകരിക്കാൻ ആഭ്യന്തര വകുപ്പിനും പോലീസിനും ഗുരുതരമായിട്ടുള്ള വീഴ്ചയാണ് സംഭവിച്ചിരിക്കുന്നത്. ആ വീഴ്ച മനഃപൂർവ്വമാണെന്ന് ഞങ്ങൾ സംശയിക്കുക. TP ചന്ദ്രശേഖരൻ വധക്കേസ് കാലത്തെ കണ്ണൂർ മോഡലാണ് തിരുവനന്തപുരത്ത് CPM നടപ്പാക്കിയത്. കരിമണൽ കർത്തയുടെ കമ്പനിയിൽ നിന്നും CPM നേതാക്കളെ പോലെ തന്നെ UDFിലെ പ്രമുഖ നേതാക്കളും ലക്ഷക്കണക്കിന് രൂപ കൈക്കൂലി വാങ്ങിയിട്ടുണ്ട്. TP ചന്ദ്രശേഖരന്റെ കാലത്ത്, കൊലപാതകത്തിന്റെ കാലത്ത് കണ്ണൂരിലെ CPM നടത്തിയ അതേ മാതൃകയാണ് ഇന്നലെ തിരുവനന്തപുരത്ത് അനുവർത്തിച്ചത്. അതുകൊണ്ട് ഈ കേസ് അട്ടിമറിക്കാൻ CPM പ്രവർത്തിക്കുന്നു, അതുപോലെ തന്നെ UDFും പ്രവർത്തിക്കുന്നു എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. പക്ഷെ സത്യം വെളിച്ചത്ത് വരിക തന്നെ ചെയ്യും. കേരളത്തിലെ അമൂല്യമായ ധാതുമണൽ കൊള്ളയടിക്കാൻ വ്യവസായ ആഭ്യന്തര വകുപ്പുകൾ കൈകാര്യം ചെയ്തവർ വഴിവിട്ട സഹായം നൽകിയതിന്റെ പാരിതോഷികമാണ് ഈ പണം. അതുകൊണ്ടുതന്നെ ഈ കേസ് ശരിയായ രീതിയിൽ അന്വേഷിച്ചു തെളിയാൻ UDFിനും താൽപര്യമില്ല.
LDFും UDFും ഒരുപോലെ കുറ്റം ചെയ്ത കേസാണിത്. നിലവിൽ മുൻ മുഖ്യമന്ത്രിയുടെ മകളുടെ പേരിൽ മാത്രമാണ് രേഖാമൂലമുള്ള തെളിവുകൾ പുറത്തുവന്നിട്ടുള്ളതെങ്കിലും അന്വേഷണം മുന്നോട്ടു പോകുമ്പോൾ ഇരു മുന്നണികൾക്കും പിടിച്ചു നിൽക്കാൻ പറ്റാത്ത അവസ്ഥയുണ്ടാകും. കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണത്തെ അക്രമം കൊണ്ട് അട്ടിമറിക്കാമെന്ന് ആരും കരുതേണ്ടെന്നും ഉപ്പുതിന്നവർ വെള്ളം കുടിക്കുമെന്നും കെ. സുരേന്ദ്രൻ കൂട്ടിച്ചേർത്തു. വീണാ വിജയനിലേക്കും പിണറായി വിജയനിലേക്കും പോകുമ്പോൾ അത് UDF VD സതീശൻ പ്രധാനമന്ത്രിയെ കണ്ടു, ആഭ്യന്തരമന്ത്രിയെ കണ്ടു എന്നൊക്കെ ഇതൊക്കെ വെറും പറച്ചിലാണ്. ഈ കേസ് ശരിയായ നിലയിൽ തെളിയണമെന്ന് കേരളത്തിലെ UDFും ആഗ്രഹിക്കുന്നില്ല. LDFും UDFും തുല്യമായിട്ടുള്ള അളവിൽ കുറ്റം ചെയ്തിട്ടുള്ള ഒരു കേസാണിത്. ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ മകളുടെ പേരിൽ മാത്രമാണ് രേഖാമൂലമുള്ള പണത്തിന്റെ വിശദാംശങ്ങൾ കിട്ടിയത്. തിരുവനന്തപുരത്തെ ED ഉദ്യോഗസ്ഥർക്ക് നേരെ CPM DYFI പ്രവർത്തകർ നടത്തിയ അക്രമങ്ങൾ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയനെ കൂടുതൽ അപകടത്തിലാക്കാനും പാർട്ടിയിൽ ഒറ്റപ്പെടുത്താനും വേണ്ടി സ്വന്തം പാർട്ടി തന്നെ ഒത്തുകളിച്ചുണ്ടാക്കിയ നാടകമാണെന്ന് BJP നേതാവും നടനുമായ ദേവൻ. ഗുരുവായൂർ ക്ഷേത്ര ദർശനത്തിന് ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വലിയൊരു പ്രശ്നത്തിലൂടെ കടന്നുപോകുന്ന പിണറായി വിജയനെ കൂടുതൽ പ്രതിസന്ധിയിലാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പാർട്ടിയും DYFIയും ചേർന്ന് ഇന്നലത്തെ അക്രമ സംഭവങ്ങൾ ആസൂത്രണം ചെയ്തത്. പാർട്ടിയിൽ അദ്ദേഹത്തെ ഒറ്റപ്പെടുത്താൻ ശ്രമങ്ങൾ നടക്കുന്നുണ്ടെന്നത് എല്ലാ കമ്മിറ്റികളിലും ഇപ്പോൾ പ്രകടമാണ്. സർവശക്തനായ പിണറായി വിജയനെ പോലൊരു നേതാവിനെതിരെ പാർട്ടിയിൽ നിന്ന് തന്നെ ഒട്ടേറെ എതിർപ്പുകൾ ഉയരുന്നത് ചരിത്രത്തിൽ ആദ്യമായാണ്. അദ്ദേഹം പ്രതിപക്ഷ നേതാവ് ആകരുതെന്ന് പോലും പാർട്ടിയിൽ ആവശ്യമുയരുന്നുണ്ട്. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ബലഹീനത വർദ്ധിപ്പിക്കാൻ പാർട്ടി തന്നെ ഒരുക്കിയ കെണിയാണിത്. ഔദ്യോഗിക രേഖകൾ ക്രോസ് ചെക്ക് ചെയ്യാൻ മാത്രമാണ് ഉത്തരവാദിത്തമുള്ള കേന്ദ്ര ഏജൻസിയായ ED എത്തിയത്. അതിനെപ്പോലും അനുവദിക്കാതെ വലിയൊരു സംഘത്തെ അണിനിരത്തി ഉദ്യോഗസ്ഥരെ ശാരീരികമായി ആക്രമിച്ചത് ജനാധിപത്യ സമൂഹത്തിന് ചേർന്നതല്ലെന്ന് ദേവൻ ചൂണ്ടിക്കാട്ടി. പിണറായി വിജയന് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടാക്കാൻ വേണ്ടി ഉണ്ടാക്കിയൊരു നാടകം തന്നെയാണെന്നാണ് എന്റെ വിശ്വാസം. അതേ വിശ്വാസം പിണറായിനെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലാണ്ട് ഇങ്ങനെ ചെയ്യില്ലല്ലോ. കാരണം വളരെ സ്വതന്ത്രമായിട്ട്, വളരെ സൂപ്പറായിട്ട്, വളരെ സീനിയർ ആയിട്ടുള്ള, റെസ്പോൺസിബിൾ ആയിട്ടുള്ള ED പോലെയുള്ള ഒരു ഓർഗനൈസേഷൻ ഇവിടെ വന്നിട്ട് അവർ ഓൾറെഡി കളക്ട് ചെയ്തിട്ടുള്ള ഡോക്യുമെന്റ്സ് ഉണ്ട്. ആ ഡോക്യുമെന്റ്സിന്റെ ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നത്. അതും കൂടി അനുവദിക്കാതെ അവർക്കെതിരായിട്ട് വലിയൊരു സൈന്യം വന്നുകൊണ്ട് അവരെ ബലമാറ്റി ശാരീരികമായ ആക്രമണങ്ങൾ നടത്തുന്ന കാണുമ്പോൾ അത് മലയാളികൾക്ക് വളരെ അപമാനകരമാണത്. വളരെ ഉത്തരവാദിത്തത്തോടെയും സ്വതന്ത്രമായും പ്രവർത്തിക്കുന്ന ED പോലുള്ള ഒരു ഓർഗനൈസേഷനെ തടഞ്ഞ് അവരെ ശാരീരികമായി ആക്രമിക്കുന്നത് കാണുമ്പോൾ മലയാളികൾക്കാകെ അപമാനമാണ് തോന്നുന്നത്. നമ്മുടെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യുന്ന രീതിയിലാണ് CPMന്റെയും DYFIയുടെയും പ്രവർത്തനം. ഈ അക്രമങ്ങൾ സാധാരണ ജനങ്ങളെ ബാധിക്കുന്നതിനേക്കാൾ ഏറെ ബാധിക്കാൻ പോകുന്നത് പിണറായി വിജയനെയാണ്. ഇന്നലത്തെ അക്രമങ്ങൾ CPMനും DYFIക്കും ഭാവിയിൽ വലിയ നെഗറ്റീവ് ഇമ്പാക്ട് ഉണ്ടാക്കുമെന്നും പിണറായി വിജയനെ ഏതുവിധേനയും പദവികളിൽ നിന്ന് മാറ്റാൻ വേണ്ടി സ്വന്തം പാർട്ടിയിലെ എതിരാളികൾ പ്രയോഗിച്ച സൂത്രമാണിതെന്നും ദേവൻ കൂട്ടിച്ചേർത്തു. ഓൾറെഡി നമ്മൾ അപമാനിക്കപ്പെട്ട ഒരു സമൂഹമാണ് മലയാളികൾ, ഒരു അടിമകളാണ് നമ്മളൊക്കെ. കാരണം നാണക്കേടാണ്, നമ്മുടെ ആത്മാഭിമാനത്തെ തന്നെ ചോദ്യം ചെയ്യുന്ന രീതിയിലുള്ളതാണ് ഈ DYFIയുടെയും CPMന്റെ ഈ പ്രവർത്തനം. അത് സാധാരണ ജനങ്ങളെക്കാൾ ഏറെ അതിനെ ബാധിക്കുന്നത് ഏറ്റവും ഇന്നലത്തെ പ്രശ്നം, ഇന്നലത്തെ അവരുടെ ആക്രമം ശരിക്കും പിണറായി വിജയന് എതിരായിട്ടാണ് എഴുതുന്നത്, അല്ലാതെ അവരും ചെയ്യില്ലല്ലോ. കാരണം പിണറായി വിജയൻ എങ്ങനെയെങ്കിലും ഈ പ്രതിപക്ഷ നേതാവിന്റെ സ്ഥാനത്ത് നിന്ന് മാറ്റാൻ വേണ്ടിയിട്ടുള്ള അവരുടെ സൂത്രമാണ് എനിക്ക് ഇവരൊക്കെ ചെയ്തതായിട്ട് എനിക്ക് തോന്നുന്നു. അത് എനിക്ക് തോന്നുന്നു. കടങ്ങോട് പഞ്ചായത്തിൽ CPI ബ്രാഞ്ച് കമ്മിറ്റികളിൽ നിന്ന് വീണ്ടും കൂട്ടരാജി. ആദൂർ ബ്രാഞ്ചിൽ നിന്നും 7 പേർ രാജിവെച്ചു. ആദൂര് CPI ബ്രാഞ്ചിൽ നിന്ന് ഉണ്ണിരാജേട്ടൻ സെക്രട്ടറി, അസിസ്റ്റന്റ് സെക്രട്ടറി ഞാൻ രതീഷ്, എൻ്റെ പേര് രതീഷ്. ബാക്കി എല്ലാ 7 അംഗങ്ങളും ഇതിനാലെ CPIയുമായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും നിർത്തിവെച്ചിരിക്കുന്നു. അതുകൂടാതെ രാജിയും സമർപ്പിക്കുന്നു. ബ്രാഞ്ച് സെക്രട്ടറി PK ഉണ്ണിരാജ് പണിക്കർ, അസിസ്റ്റന്റ് സെക്രട്ടറി രജീഷ്, മെമ്പർമാരായ ശ്രീജിത്ത്, MK രഞ്ജിത്ത്, K ശാരദ, സുജാത എന്നിവരാണ് രാജിവെച്ചത്. 7 പേരാണ് ബ്രാഞ്ച് കമ്മിറ്റിയിലുള്ളത്. പാർട്ടിയിലെ വനിതാ നേതാവിന് നേരെ ലൈംഗിക അതിക്രമം കാണിച്ച മണ്ഡലം കമ്മിറ്റി അംഗം KV ശങ്കരനാരായണനെതിരെ പോലീസ് കേസെടുത്തിട്ടും നടപടിയെടുക്കാൻ ജില്ലാ മണ്ഡലം നേതൃത്വങ്ങൾ തയ്യാറാകുന്നില്ല എന്നും സാമ്പത്തിക ക്രമക്കേട് നടത്തിയ നേതാവിനെ സംരക്ഷിക്കുകയാണെന്നും ആരോപിച്ചാണ് രാജി. ഇതേ ആരോപണം ഉന്നയിച്ച ദിവസങ്ങൾക്ക് മുമ്പ് കടങ്ങോടുമെല്ല് ബ്രാഞ്ച് കമ്മിറ്റിയിൽ നിന്നും സെക്രട്ടറി ഉൾപ്പെടെ 11 അംഗങ്ങൾ രാജിവെച്ചിരുന്നു. എരുമപ്പെട്ടി ചിറ്റണ്ട ബ്രാഞ്ചിലും സെക്രട്ടറി ഉൾപ്പെടെ 12 അംഗങ്ങൾ രാജിവെച്ചിരുന്നു.
ആരോപണ വിധേയരായ നേതാക്കൾക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട മണ്ഡലം കമ്മിറ്റി അംഗങ്ങളായ OK ശശി, ES മുരളി എന്നിവരെ ബ്രാഞ്ച് കമ്മിറ്റിയിലേക്ക് തരം താഴ്ത്തുകയും CPI കടവല്ലൂർ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി KM മണികണ്ഠൻ, കടങ്ങോട് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി സത്താർ നീണ്ടൂർ എന്നിവരെ പ്രതികാര നടപടിയുടെ ഭാഗമായി തൽസ്ഥാനങ്ങളിൽ നിന്ന് ഒഴിവാക്കിയെന്നും ആരോപണമുണ്ട്. ഇത്തരം നടപടികളിൽ പ്രതിഷേധിച്ചാണ് രാജിയെന്നും ബ്രാഞ്ച് കമ്മിറ്റി അംഗങ്ങൾ പറഞ്ഞു. തൃശൂർ, മലപ്പുറം ജില്ലകളെ ബന്ധിപ്പിക്കുന്ന കാട്ടുകമ്പാൽ ഗ്രാമപഞ്ചായത്തിലെ രാമപുരം 2-ാം വാർഡിലെ അമ്പലക്കടവിൽ റാമ്പ് നിർമ്മിച്ച റോഡ് സഞ്ചാരയോഗ്യമാക്കുന്ന പ്രവൃത്തി പുരോഗമിക്കുന്നു. പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ MP രാജൻ, ഓവർസിയർ അനിൽകുമാർ, വാർഡ് മെമ്പർ ചന്ദ്രാവതി എന്നിവർ നിർമ്മാണ പ്രവൃത്തികൾ വിലയിരുത്തി. പണി പൂർത്തിയാകുന്നതോടെ നെൽകർഷകർക്കും തൃശൂർ, മലപ്പുറം ജില്ലകളിലെ ജനങ്ങൾക്കും ഏറെ പ്രയോജനകരമാകും. 2025-26 വാർഷിക പദ്ധതിയിൽ 6 ലക്ഷം ഉൾപ്പെടുത്തിയാണ് പദ്ധതി ആരംഭിച്ചത്. നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് വടക്കേപ്പാട്ട് അബ്ദുൾ മജീദ്, മേലേപ്പാട്ട് സുരേഷ്, സുഭാഷ് എന്നിവർ സ്ഥലം സൗജന്യമായി നൽകിയിരുന്നു. CPIM പോളിറ്റ് ബ്യൂറോ അംഗവും പ്രതിപക്ഷ നേതാവും മുൻ മുഖ്യമന്ത്രിയുമായ പിണറായി വിജയന്റെയും CPIM നേതാവും മുൻ മന്ത്രിയുമായ PM മുഹമ്മദ് റിയാസിന്റെയും വീടുകളിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടത്തിയ റെയ്ഡിൽ പ്രതിഷേധിച്ച് CPIM കേച്ചേരി ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. കേച്ചേരി സെന്ററിൽ നടന്ന പ്രതിഷേധ പ്രകടനത്തെ തുടർന്ന് നടന്ന യോഗത്തിൽ കേച്ചേരി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി TC സെബാസ്റ്റ്യൻ മാസ്റ്റർ, ഏരിയ കമ്മിറ്റി അംഗം PB അനൂപ് എന്നിവർ സംസാരിച്ചു. പ്രതിഷേധത്തിന് കേച്ചേരി ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ PR ജയൻ, PT ജോസ് എന്നിവർ നേതൃത്വം നൽകി. പൂങ്കുന്നം ശ്രീരാമകൃഷ്ണ മഠം വിജ്ഞാന ഭവനിൽ വിവേകധ്വനി വിദ്യാർത്ഥി സെമിനാർ നടന്നു. 24 കേരള ബറ്റാലിയൻ NCC അസോസിയേറ്റ് ഓഫീസറും സംസ്കൃത അധ്യാപകനുമായ മേജർ PJ സ്റ്റൈജു വിഷയാവതരണം നടത്തി. വിവിധ വിഷയങ്ങൾ ചർച്ച ചെയ്ത സെമിനാറിൽ തൃശൂർ ജില്ലയിലെ വിവിധ വിദ്യാലയങ്ങളിൽ നിന്നായി 50ഓളം വിദ്യാർത്ഥികൾ പങ്കെടുത്തു. ശ്രീമദ് സ്വാമി നന്ദാത്മജാനന്ദ, രമേശ് കേച്ചേരി എന്നിവർ നേതൃത്വം നൽകി. ജീവകാരുണ്യ സംഘടനയായ സുവിധം ഫൗണ്ടേഷൻ ഗുരുവായൂർ യൂണിറ്റ് കുടുംബസംഗമം നടത്തി. മൗനയോഗി സ്വാമി ഹരിനാരായണൻ ഉദ്ഘാടനം ചെയ്തു. സാമൂഹിക സാംസ്കാരിക പ്രവർത്തകൻ M രാമൻകുട്ടി മേനോനെ അനുസ്മരിച്ചു. SNDP യൂണിയൻ പ്രസിഡന്റ് PS പ്രേമാനന്ദൻ മുഖ്യപ്രഭാഷണം നടത്തി. സുവിധം പ്രസിഡന്റ് PK സരസ്വതി അമ്മ അധ്യക്ഷത വഹിച്ചു. കൌൺസിലർ ശോഭ ഹരിനാരായണൻ, KP ഉദയൻ, M രതി, അനിൽ കല്ലാറ്റ്, കല്ലൂർ ഉണ്ണികൃഷ്ണൻ, ലിജിത്ത് തരകൻ, OKR മണികണ്ഠൻ, ബാലൻ വാറനാട്ട് തുടങ്ങിയവർ സംസാരിച്ചു. CCTV ന്യൂസ് ഇംപാക്ട്. പഴഞ്ഞി ഗവൺമെന്റ് ഹൈസ്കൂളിനോട് ചേർന്ന് നിൽക്കുന്ന കാടുമൂടിയ പഞ്ചായത്ത് കിണർ വൃത്തിയാക്കാൻ കാട്ടുകമ്പാൽ പഞ്ചായത്ത് പ്രസിഡന്റ് K ജയശങ്കർ നിർദ്ദേശം നൽകി. CCTV വാർത്തയെ തുടർന്നായിരുന്നു നടപടി. ഈ സ്ഥലത്ത് തന്നെയാണ് പഞ്ചായത്തിന്റെ കുടുംബശ്രീ വിപണന കേന്ദ്രമുള്ളത്. അടഞ്ഞുകിടക്കുന്ന വിപണന കേന്ദ്രം തുറന്നു പ്രവർത്തിക്കാൻ ഉടൻ നടപടികൾ ഉണ്ടാകുമെന്നും ജലക്ഷാമം അനുഭവിക്കുന്നവർക്ക് കിണറിൽ നിന്നും കുടിവെള്ള ലഭ്യത ഉറപ്പുവരുത്താൻ ആലോചിച്ച് തീരുമാനം ഉണ്ടാക്കുമെന്നും പ്രസിഡന്റ് അറിയിച്ചു. വാർഡ് മെമ്പർ ജിൻസി സജു ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. പഠനമാണ് നമ്മുടെ ലഹരി എന്ന ആഹ്വാനവുമായി ഗുരുവായൂർ നഗരസഭ 23-ാം വാർഡ് അങ്ങാടി താഴത്ത് M അഹമ്മദ് ഹാജി സ്മാരക വിദ്യാഭ്യാസ പുരസ്കാരവും പഠനോപകരണ വിതരണവും ജേഴ്സി വിതരണവും സംഘടിപ്പിച്ചു. മുസ്ലിം ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് CH റഷീദ് വിദ്യാർത്ഥികൾക്ക് മൊമെന്റോ നൽകി. ഗുരുവായൂർ നഗരസഭ പ്രതിപക്ഷ നേതാവ് ബഷീർ പൂക്കോട് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. ജിഷ നൌഷാദ് ജേഴ്സി വിതരണം നടത്തി. വാർഡ് കൌൺസിലർ നൌഷാദ് അഹമ്മു അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ഷമീർ മോസ്കോ, അനീഷ് പാലയൂർ, നൌഷാദ് നെടുപറമ്പിൽ, സജി മോസ്കോ, സിയാദ്, PM ബാപ്പു, ഇല്യാസ് ബുർഹാൻ എന്നിവർ സംസാരിച്ചു. CCC ഗുരുവായൂരിന്റെ 899ാമത് നാടകാവതരണം മെയ് 30 ശനിയാഴ്ച നടക്കും. വൈകിട്ട് 7-ന് ഗുരുവായൂർ മുനിസിപ്പൽ ടൗൺ ഹാളിൽ സേവ്യർ CV രചനയും സംവിധാനവും നിർവഹിച്ച പാവർട്ടി സെന്റ് ജോസഫ് കലാ കമ്മ്യൂണിക്കേഷന്റെ കടമറ്റത്തച്ഛൻ എന്ന നാടകത്തിന്റെ അവതരണമാണ് നടക്കുക. ചരമം. എളവള്ളി ഗവൺമെന്റ് സ്കൂളിന് സമീപം പുലിക്കോട്ടിൽ ചിമ്മൻ ഫ്രാൻസിസ് മകൻ വിൻസെന്റ് നിര്യാതനായി. 62 വയസ്സായിരുന്നു. സംസ്കാരം വെള്ളിയാഴ്ച രാവിലെ 10-ന് എളവള്ളി സെന്റ് ആന്റണീസ് ദേവാലയ സെമിത്തേരിയിൽ നടത്തും. ജെസ്സിയാണ് ഭാര്യ. അഞ്ജലി, സഞ്ജന എന്നിവർ മക്കളാണ്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.